മോദി കാന്തപുരം കൂടിക്കാഴ്ചയിൽ വിശദീകരണവുമായി സമസ്ത സെക്രട്ടറി ഖലീൽ ബുഖാരി തങ്ങൾ. രാജ്യത്ത് മുസ്ലിങ്ങൾ പൂർണ്ണ സുരക്ഷിതരാണ് എന്ന അഭിപ്രായമില്ല. പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് കാന്തപുരം മോദിയെ കണ്ടത്. അന്താരാഷ്ട്ര മാധ്യമം ചോദിച്ചതുകൊണ്ടാണ് മുസ്ലിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഇല്ല എന്ന് കാന്തപുരം പറഞ്ഞത് എന്നും ബുഖാരി തങ്ങൾ വ്യക്തമാക്കി. ഒരു അന്തർദേശീയ ചാനലിനോട് നമ്മുടെ രാജ്യത്ത് പ്രശ്നമുണ്ടെന്ന് പറയലാണോ ബുദ്ധി? ഒരു കുടുംബത്തിലെ പ്രശ്നം അത് കുടുംബത്തിൽ വെച്ച് ഒതുക്കി തീർക്കണം. അത് കുടുംബത്തിൻ്റെ പുറത്ത് പറയാൻ പാടില്ല. ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രശ്നം ആ പ്രസ്ഥാനത്തിൻ്റെ അകത്ത് വെച്ച് തീർക്കണം. പുറത്ത് പറഞ്ഞത് വിറനാക്കാൻ പാടില്ല. ഞങ്ങളുടെ ശൈലി അതാണ്. അപ്പോൾ ഞങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടും അതിന് പരിഹാരം ആവശ്യമായതുകൊണ്ടുമാണ് കാന്തപുരം ഉസ്താദ് പ്രധാനമന്ത്രിയെ കണ്ടതും മുമ്പിൽ അവതരിപ്പിച്ചതും. എന്നാലോ പുറത്തുള്ള ഒരു ചാനൽ ചോദിക്കുമ്പോൾ നമ്മളവിടെ പറയേണ്ടത് പ്രശ്നമുണ്ടെന്നല്ലല്ലോ പറയേണ്ടത്. നമുക്ക് ഈ അർത്ഥത്തിൽ അഥവാ വ്യക്തമായൊരു ഭരണഘടന, പൂർണ്ണ സംരക്ഷണം നൽകുന്ന ഒരു ഭരണഘടന ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾക്ക് ഏത് പ്രശ്നത്തിനും പരിഹാരം കോർട്ടുകളുണ്ട്. ഞങ്ങൾക്ക് പ്രശ്ന പരിഹാരം ലഭിക്കുന്നുണ്ട് എന്നർത്ഥത്തിലാണ് പൂർണ്ണ സുരക്ഷർ എന്ന് പറഞ്ഞത്. അതായത് അങ്ങനെ ഒരു വിദേശ ചാനലിൽ നൽകിയ ഇന്റർവ്യൂ എന്നുള്ളതിൽ മാറ്റി നിർത്തി അങ്ങനെയാണ് കാണേണ്ടത്. പ്രശ്നങ്ങളില്ല എന്ന് പ്രശ്നങ്ങളില്ല എന്നൊന്നും ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല, പറയുകയില്ല. മുഹമ്മദ് ഷഹീദാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഷഹീദ്, നരേന്ദ്രമോദി കാന്തപുരം കൂടിക്കാഴ്ച അത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഇപ്പോൾ ഒരു വിശദീകരണം വരുന്നത് എന്തുകൊണ്ടാണ്? രതീഷ്, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് കാന്തപുരം എത്തിയ അബൂബക്കർ മുസ്ലിയാരും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത്. ആ കൂടിക്കാഴ്ചയും തുടർന്ന് കാന്തപുരം ഒരു അന്താരാഷ്ട്ര മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഇന്ത്യയിൽ മുസ്ലിങ്ങൾ സുരക്ഷിതരാണെന്നൊരു അഭിപ്രായ പ്രകടനം നടത്തിയിരുന്നു. ഇത് രണ്ടും വിമർശന വിധേയമായി ചില മുസ്ലിം സംഘടനകളും ചില രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഭാഗത്ത് നോക്കി വിമർശനം ഉയർന്നു. പ്രത്യേകിച്ചും ഈ തരത്തിൽ ഇന്ത്യ സംഘപരിവാർ ഭീഷണിക്കെതിരെ മുസ്ലിങ്ങൾ രാജ്യത്ത് പ്രശ്നങ്ങൾ നേരിടുക എന്നുള്ള അതൊരു രാഷ്ട്രീയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരികയും സർക്കാരിനെതിരെ പ്രതിഷേധം നടക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു മുസ്ലിം നേതാവ് ഇങ്ങനെ പറഞ്ഞതിനെക്കുറിച്ച് വിവാദമാവുകയും ചെയ്തു. അപ്പോഴാണ് സംസ്ഥാന സെക്രട്ടറി, കാന്തപുരം വിഭാഗം സംസ്ഥയുടെ സെക്രട്ടറിയും കേരള മുസ്ലിം ജമാഅത്തിന്റെ ജനറൽ സെക്രട്ടറിയുമായ ഇബ്രാഹിം ഖലീൽ ബുഖാരി ഇക്കാര്യം വ്യക്തമാക്കുന്നത്. അതായത് പ്രശ്നങ്ങളില്ല എന്നുള്ളതല്ല കാന്തപുരം സൂചിപ്പിച്ചത്, പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് പ്രധാനമന്ത്രിയെ കണ്ടത്. പക്ഷേ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പല വഴികളുണ്ട്. അതിൽ ഏറ്റവും സുരക്ഷിതമായ വഴി ഇത്തരം അധികാര കേന്ദ്രങ്ങളെ അല്ലെങ്കിൽ ഉത്തരവാദപ്പെട്ട ആളുകളെ നേരിട്ട് കണ്ട് പ്രശ്നങ്ങൾ ഉന്നയിക്കുകയും അത് പരിഹരിക്കാൻ ശ്രമിക്കുകയുമാണ്. അതല്ലാത്ത വഴി കോടതി ഉൾപ്പെടെയുള്ള മറ്റു വഴികളുണ്ട്. ഘട്ടത്തിൽ സമരരംഗത്തേക്കും അല്ലെങ്കിൽ അത്തരം പ്രതിഷേധങ്ങളിലേക്കൊക്കെ വരികയും ചെയ്യും എന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഒരു അന്താരാഷ്ട്ര മാധ്യമം പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി ഈ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചു. അദ്ദേഹത്തിൽ നിന്നും വളരെ പോസിറ്റീവായ ഒരു നിലപാടുണ്ടായി എന്ന് ഖലീൽ ബുഖാരി പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ സാഹചര്യമുണ്ടായി പുറത്തുനിന്നൊരു അന്താരാഷ്ട്ര മാധ്യമം വന്ന് ഇന്ത്യയുടെ മുസ്ലിങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് ചോദിക്കുമ്പോൾ സുരക്ഷിതരല്ല എന്ന് പറയുന്നത് ശരിയല്ല. അങ്ങനെ രാജ്യത്തുള്ള പ്രശ്നങ്ങൾ രാജ്യത്തുള്ള സംവിധാനങ്ങൾ വഴി പരിഹരിക്കുകയാണ് വേണ്ടത്. അത് പുറത്തേക്ക് അത് വലിച്ചെടുക്കുന്നത് സംഘടനയുടെ രീതിയല്ല. അതുകൊണ്ടാണ് കാന്തപുരം ഈ തരത്തിലുള്ള ഒരു നിലപാട്, ഒരു പ്രഖ്യാപനം ഈ അന്താരാഷ്ട്ര മാധ്യമത്തോട് നടത്തിയത്. പ്രധാനമന്ത്രിയെ കണ്ടതും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് എന്നുള്ള നിലപാട് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. സംഘടനയുടെ നിലപാട് ഇതാണ് എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അതായത് നേരിട്ട് പ്രക്ഷോഭത്തിലേക്കും പ്രതിഷേധത്തിലേക്കും നീങ്ങുകയല്ല, ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ നേരിട്ട് കണ്ട് പ്രശ്നങ്ങൾ അവതരിപ്പിക്കുകയാണ്. അത് SIR ഉൾപ്പെടെയുള്ള വഖഫ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, അങ്ങനെ കുറച്ച് വിഷയങ്ങളൊക്കെ പ്രധാനമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൽ നിന്നും അനുകൂലമായ നിലപാടുണ്ട്. പുറത്തുള്ള വിവാദങ്ങൾ അത് സംഘടന ആ തരത്തിൽ പരിഗണിക്കുന്നതല്ല. സംഘടനയുടെ നിലപാട് ഇതാണെന്നാണ് ഇപ്പോൾ സമസ്ത സെക്രട്ടറി കൂടിയായ ഇബ്രാഹിം ഖലീൽ ബുഖാരി. ശരി, ഒരു വിശദീകരണവുമായി രംഗത്ത് വരികയാണ് സമസ്ത. പ്രശ്നങ്ങൾ ഇല്ല എന്നതല്ല, പക്ഷെ ഒരു അന്താരാഷ്ട്ര മാധ്യമത്തോട് ആ നിലയിൽ സംസാരിച്ചില്ല എന്നതാണ് വിശദീകരണത്തിൽ ഉള്ളത്. മുഹമ്മദ് ഷഹീദാണ് ആ വിവരങ്ങൾ നൽകിയത്.